എല്ലാവർക്കും നമസ്കാരം. 2026 ഏപ്രിൽ മാസം കർക്കിടകം രാശിക്കാർക്ക് ഔദ്യോഗികമായും സാമ്പത്തികമായും വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുന്ന മാസമാണ്. മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ യോഗകാരകനായ ചൊവ്വ ഏപ്രിൽ 2-ന് 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുകയും അവിടെ ശനിയുമായി ഒന്നിക്കുകയും ചെയ്യുന്നു. ഇത് ദൂരയാത്രകളിലോ പിതാവുമായുള്ള ബന്ധത്തിലോ ചില അപ്രതീക്ഷിത വെല്ലുവിളികൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കും കാരണമായേക്കാം. എങ്കിലും മാസത്തിലെ രണ്ടാം പകുതി നിങ്ങളുടെ ജീവിതത്തിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെടും. ധനാധിപനായ സൂര്യൻ ഏപ്രിൽ 14-ന് കർമ്മസ്ഥാനമായ 10-ാം ഭാവത്തിൽ ഉച്ചാവസ്ഥയിൽ എത്തുന്നതോടെ തൊഴിൽ രംഗത്ത് വൻ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഇതിന് കരുത്തു പകരാൻ ലാഭാധിപനായ ശുക്രൻ ഏപ്രിൽ 19-ന് സ്വന്തം രാശിയായ ഇടവത്തിലേക്ക് മാറുന്നു. ഇത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റി ഐശ്വര്യം നിറയ്ക്കും. ഈ മാസം നിങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപം ക്ഷമയാണ്. കർമ്മസ്ഥാനിപനായ ചൊവ്വ ഏപ്രിൽ 2-ന് ഭാഗ്യസ്ഥാനത്തേക്ക് മാറുകയും ശനിയോടൊപ്പം ചേരുകയും ചെയ്യുന്നത് മാസത്തിൽ ആദ്യ പകുതിയിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടി വരുമെന്ന് സൂചിപ്പിക്കുന്നു. ജോലികൾ പൂർത്തിയാക്കാൻ അല്പം കാലതാമസം നേരിട്ടേക്കാം. മേലധികാരികളുമായി ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഏപ്രിൽ 14-ന് സൂര്യൻ 10-ാം ഭാവത്തിൽ ഉച്ചനായി നിൽക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഔദ്യോഗിക ജീവിതത്തിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ ഈ സമയം നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഏറെ ആഗ്രഹിച്ചിരുന്ന സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ നിങ്ങളുടെ താൽപ്പര്യപ്രകാരം നടക്കും. സർക്കാർ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും ഈ വലിയ അധികാരം ലഭിക്കും. ഓഫീസിൽ നിങ്ങളുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുകയും നിങ്ങളുടെ നേതൃപാടവം എല്ലാവരാലും പ്രശംസിക്കപ്പെടുകയും ചെയ്യും. 7-ാം ഭാവാധിപനായ ശനി ചൊവ്വയോടൊപ്പം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബിസിനസ് പങ്കാളികളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ രേഖകൾ കൃത്യമായി വായിച്ചു നോക്കാൻ ശ്രദ്ധിക്കുക. കയറ്റുമതി ഇറക്കുമതി രംഗത്തുള്ളവർക്ക് ചരക്ക് നീക്കത്തിൽ ചെറിയ തടസ്സങ്ങൾ നേരിട്ടേക്കാം. എന്നാൽ ഏപ്രിൽ 19-ന് ലാഭാധിപനായ ശുക്രൻ സ്വന്തം രാശിയിലെത്തുന്നതോടെ നിങ്ങളുടെ ബിസിനസ് തിളങ്ങും. വിപണിയിൽ നിങ്ങളുടെ ബ്രാൻഡിന് വലിയ മതിപ്പ് ലഭിക്കും. ആഡംബര വസ്തുക്കൾ, റിയൽ എസ്റ്റേറ്റ്, കലാരംഗം, വാഹനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വൻ ലാഭം പ്രതീക്ഷിക്കാം. പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്താനും ബിസിനസ് വികസിപ്പിക്കാനും ഈ സമയം വളരെ അനുയോജ്യമാണ്. സാമ്പത്തികമായി മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അത്ഭുതകരമായ ഫലങ്ങൾ നൽകും. ധനാധിപനായ സൂര്യൻ കർമ്മസ്ഥാനത്ത് ഉച്ചനായി നിൽക്കുന്നത് നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ വൻ സമ്പത്ത് നേടാൻ സഹായിക്കും. കൂടാതെ ഏപ്രിൽ 19-ന് ശുക്രൻ ലാഭസ്ഥാനത്ത് അതിശക്തനായി മാറുന്നത് വസ്തുവകകളോ വാഹനങ്ങളോ വിൽക്കുന്നത് വഴി വലിയ ലാഭം നേടിത്തരും. നിങ്ങളുടെ സ്വപ്നത്തിലുള്ള വീടോ കാറോ വാങ്ങാൻ പറ്റിയ സമയമാണിത്. 8-ാം ഭാവത്തിലെ രാഹുവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും ശുക്രൻ്റെ ബലം കാരണം പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കുകയും സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും. 8-ാം ഭാവത്തിലെ രാഹുവും 12-ാം ഭാവത്തിലെ വ്യാഴവും നിൽക്കുന്നതിനാൽ ആരോഗ്യകാര്യങ്ങൾ അശ്രദ്ധ പാടില്ല. അകാരണമായ പനിയോ ചെറിയ അണുബാധകളോ നിങ്ങളെ അലട്ടിയേക്കാം. ഏപ്രിൽ 2 മുതൽ 9-ാം ഭാവത്തിലെ ശനി ചൊവ്വ സംയോഗം ഇടുപ്പ് തുട കാൽമുട്ട് ഭാഗങ്ങളിലെ വേദനകൾക്ക് കാരണമായേക്കാം. ദൂരയാത്രകൾ ശാരീരിക ക്ഷീണം വർദ്ധിപ്പിക്കും. ഏപ്രിൽ 14-ന് ശേഷം സൂര്യൻ്റെ ബലം നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. എങ്കിലും സൂര്യൻ്റെ ഉഷ്ണം കാരണം ചെറിയ തലവേദനയോ കണ്ണിന് അസ്വസ്ഥതകളോ ഉണ്ടായേക്കാം. ധാരാളം വെള്ളം കുടിക്കാനും ശരീരം തണുപ്പിക്കാനും ശ്രദ്ധിക്കുക. കുടുംബജീവിതത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാവുക. 2-ാം ഭാവത്തിലെ കേതു നിങ്ങളുടെ സംസാരത്തിൽ കാഠിന്യം വരുത്തിയേക്കാം. ഇത് കുടുംബാംഗങ്ങളെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഭാഗ്യസ്ഥാനത്ത് ശനിയും ചൊവ്വയും നിൽക്കുന്നതിനാൽ പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുകയും അദ്ദേഹവുമായുള്ള ബന്ധം ഊഷ്മളമായി നിലനിർത്തുകയും വേണം. എന്നാൽ ഏപ്രിൽ 19-ന് 4-ാം ഭാവാധിപനായ ശുക്രൻ ലാഭസ്ഥാനത്തേക്ക് മാറുന്നതോടെ അമ്മയിൽ നിന്ന് പൂർണ്ണ പിന്തുണയും അനുഗ്രഹവും ലഭിക്കും. വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. പങ്കാളിയുമായുള്ള ചെറിയ തെറ്റിദ്ധാരണകൾ മാറി സ്നേഹവും ഐക്യവും തിരികെ വരും. 5-ാം ഭാവാധിപനായ ചൊവ്വ ശനിയോടൊപ്പം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഉന്നത പഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം അനിവാര്യമാണ്. ഏകാഗ്രതയോടെ പഠിച്ചാൽ മാത്രമേ വിജയം കൈവരിക്കാൻ സാധിക്കൂ. ഏപ്രിൽ 14-ന് ശേഷം സൂര്യൻ്റെ ഉച്ചാവസ്ഥ ഗവൺമെൻറ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഉന്നത വിജയം നൽകും. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് 12-ാം ഭാവത്തിലെ വ്യാഴം അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കും. 8-ാം ഭാവത്തിലെ രാഹുവിൻ്റെയും 9-ാം ഭാവത്തിലെ ശനി ചൊവ്വ സംയോഗത്തിൻ്റെയും ദോഷങ്ങൾ കുറയ്ക്കാനും
ഉച്ചസ്ഥാനായ സൂര്യൻ്റെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കാനും ഇനി പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുക. 8ാം ഭാവത്തിലെ രാഹു ദോഷം അകറ്റാൻ ദിവസവും ദുർഗാദേവി സ്തോത്രം ജപിക്കുകയോ ചൊവ്വാഴ്ചകളിൽ ദുർഗാക്ഷേത്രം സന്ദർശിക്കുകയോ ചെയ്യുക. 9ാം ഭാവത്തിലെ ദോഷങ്ങൾ മാറാൻ പിതാവിനെയോ ഗുരുക്കന്മാരെയോ ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും. രാശാധിപനായ ചന്ദ്രൻ്റെ ബലം വർദ്ധിപ്പിക്കാനും ശനി ചൊവ്വ ദോഷങ്ങൾ മാറാനും തിങ്കളാഴ്ചകൾ ശിവഭഗവാന് ജലാഭിഷേകമോ രുദ്രാഭിഷേകമോ നടത്തുക.